അന്യായമായി കേസെടുത്തെന്ന് കാസർഗോഡ് വിദ്യാനഗർ SIക്കെതിരെ 19-കാരിയുടെ പരാതി. മേനങ്കോട് സ്വദേശിയായ മാജിദയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പ്രായപൂർത്തിയാകാത്ത സഹോദരൻ സ്കൂട്ടർ ഓടിച്ചെന്ന പേരിലാണ് RC ഓണറായ മാജിദയ്ക്കെതിരെ കേസെടുത്തത്. എന്നാൽ സഹോദരനായിരുന്നില്ല, മാജിദയായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്നത്. അത് ദൃശ്യങ്ങളിൽ കാണാം. സഹോദരനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ മാജിദയാണ് സ്കൂട്ടർ ഓടിച്ചതെന്ന് CCTV ദൃശ്യത്തിൽ വ്യക്തമായതാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അത് ഓടിക്കുന്നത് യഥാർത്ഥത്തിൽ മാജിദയാണ്. എന്നാൽ സഹോദരൻ ഓടിച്ചു എന്ന് പറഞ്ഞ് പോലീസ് 19 വയസ്സുകാരിയായ മാജിദയുടെ പേരിൽ കേസെടുത്തു. ഇത് സഹോദരൻ പിറകിൽ നിന്നിറങ്ങുന്നത്, മുൻപിൽ നിൽക്കുന്നത് മാജിദ. പോലീസിനെ സംബന്ധിച്ച് വണ്ടി ഓടിച്ചത് ഈ പറയുന്ന സഹോദരൻ, 18 തികയാത്ത സഹോദരനാണെന്ന് പറഞ്ഞാണ് കേസെടുത്തത്. ഇതാണ് മാജിദ അവിടെ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മാജിദ എന്ന 19 വയസ്സുകാരി സ്കൂട്ടർ ഓടിക്കുന്നു, തൊട്ടു പിന്നാലെ സഹോദരൻ ഇരിക്കുന്നു. പോലീസിന് സ്കൂട്ടർ ഓടിച്ചത് പിന്നിലിരുന്ന സഹോദരനാണെന്ന് തോന്നി കേസെടുക്കുന്നു. പ്രതികരണമുണ്ട് മാജിദയുടെ, നമുക്കൊന്ന് കേൾക്കാം. പോലീസ് വന്നിട്ട് അവനോട് പറയാ, നീ അല്ലേ ഓടിച്ചത്, നീ ഓടിക്കുന്നതിനെ കണ്ടു. അവൻ പറയുന്നൊന്നും അവർ കേൾക്കുന്നില്ല. എന്നിട്ട് ഓന് ഫോൺ വിളിക്കാനൊന്നും വിട്ടില്ല. അവസാനം ഓന് പറഞ്ഞ് ഇത്ത ഓടിച്ചെന്ന് പറഞ്ഞ് ഇത്ത അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഒരാൾക്ക് വിളിച്ചു. എനിക്ക് വിളിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞു. കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. വേഗം വാ, ഇവിടെ അനിയനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം വന്നപ്പം എന്നോട് പറഞ്ഞു, നിന്റെ അനിയനെല്ലാം ഓടിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ ഓടിച്ചേ. ഇല്ല, ഞാൻ വണ്ടി കൊടുത്തില്ല, അവനോട് ഇവിടെ നിൽക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വേഗം വരാം, ഒരു എമർജൻസി ഉണ്ടാണ്ട് പോയെന്നാലും പറഞ്ഞു. ഇതാക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മാനൊന്ന് വിളിച്ചോട്ടെ, ഉമ്മാനൊന്ന് വിളിക്കാതെ പറഞ്ഞപ്പം പറഞ്ഞു, വേണ്ട ഉമ്മാന്ന് വിളിക്കണ്ട, നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ വന്നാൽ മതി, വണ്ടി കൊണ്ടുപോകാന്നെല്ലാം പറഞ്ഞു അവരവിടെ ഞങ്ങൾ ഇട്ടുപോയി. നിന്റെ വിശ്വരൂട്ടിന് നീ ഓട്ടിക്കൊണ്ടിട്ട് വെക്കുന്ന, ഞാൻ ഫ്രണ്ടോട്ട് വെക്കുന്ന വണ്ടിന് ഞാൻ ഫ്രണ്ടോട്ടും വെച്ചിട്ട് ഹെൽമെറ്റ് മാത്രമേ നോക്കിയിട്ട് വീടെ പോയ സാധനം വാങ്ങാൻ. വണ്ടി എടുത്തിട്ടില്ല, വണ്ടി ഇരുന്നിട്ട് തൊട്ടിട്ടില്ല. നമുക്കിപ്പം അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇത് എന്താണ് ഈ പോലീസുകാരന് സംഭവിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് ആ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ ഈ പോലീസുകാർ പരിശോധിക്കണ്ടേ? അതിനു മുമ്പ് ഒരു മാജിദയ്ക്കെതിരെ കേസെടുക്കുക, അത് വളരെ വൃത്തിയായിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് നല്ല ചട്ടപ്രകാരം വാഹനം ഓടിച്ച ഒരു പെൺകുട്ടിയാണ്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ഓവർ സ്പീഡും അല്ല. അതിനിടയ്ക്ക് പോലീസ് വന്ന് കേസെടുക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വരുന്നു, ഈ കാര്യങ്ങൾ ഇവർ പറയുന്നത് പോലീസുകാർ വിശ്വസിക്കുന്നില്ല, ഇല്ലാതെയാണ് കേസെടുക്കുന്നത്. എന്തായാലും പോലീസുകാർക്കെതിരെ നടപടി ഉറപ്പാണ്. കാരണം ഇതൊരു തെറ്റായ കേസായിട്ട് മാറുകയാണ്. കാര്യങ്ങൾ അന്വേഷിക്കാതെ കേസെടുക്കുകയാണ്. അരുൺ പൂപ്പറമ്പ, എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? അരുൺകുമാർ, ഇത് അന്യായമായ എടുത്ത കേസാണെന്ന് തെളിയിക്കാൻ ഈ CCTV ദൃശ്യങ്ങൾ മാത്രം ധാരാളമാണ്. ഈ CCTV ദൃശ്യം സഹിതമാണ് ഇപ്പോൾ മാജിദ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. കാസർഗോഡ് ചെറുക്കള ടൗണിലാണ്. അവിടെ ഒരു വൈകിട്ട് 6 മണിയോടെയാണ് മാജിദ സ്കൂട്ടറിൽ സഹോദരൻ പിന്നിലാണ് ഇരിക്കുന്നത്. ആ CCTV ദൃശ്യത്തിൽ അത് വ്യക്തമായി കാണാം. അവിടെ വന്ന് ഇറങ്ങുന്നു. മാജിദക്ക് 19 വയസ്സാണ്, ലൈസൻസ് ഉണ്ട്, ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. പിറകിലുള്ള സഹോദരനും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. സഹോദരന് 16 വയസ്സാണ്. അവിടെ റോഡ് അരികിൽ ഈ സ്കൂട്ടർ നിർത്തുന്നു. മാജിദ തൊട്ടടുത്തുള്ള ഒരു ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നു. ആ സമയത്ത് സഹോദരൻ തൊട്ടടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കും പോകുന്നു. അതിനുശേഷം 10 മിനിറ്റിന് ശേഷം ഈ സഹോദരൻ തിരിച്ച് ഈ സ്കൂട്ടറിനടുത്തേക്ക് വരുന്നു. ഇതെല്ലാം CCTV ദൃശ്യത്തിലുണ്ട്. അവിടെ വന്ന സ്കൂട്ടറിന് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്താണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ ആ പോലീസ് വാഹനം അങ്ങോട്ടേക്ക് വരുന്നത്. ആ വാഹനം വരുമ്പോൾ SI കണ്ടത് ആ സ്കൂട്ടറിന് തൊട്ടടുത്ത് ഈ സഹോദരൻ, ഈ 16 വയസ്സുള്ള വിദ്യാർത്ഥി നിൽക്കുന്നതാണ്. അപ്പോൾ ആ SI മറ്റൊരു വ്യക്തതയും വരുത്തുന്നതിന് മുമ്പ് തന്നെ ഈ സ്കൂട്ടർ ഓടിച്ചത് ഈ 16-കാരനാണ്, ഈ സഹോദരനാണെന്ന് അതങ്ങ് അത്തരത്തിൽ തെറ്റിദ്ധരിക്കുന്നു. അതിനുശേഷം ഈ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഹോദരൻ പറയുന്നുണ്ട്, ചേച്ചിയാണ്, ഇത്തയാണ് ഈ സ്കൂട്ടർ ഓടിച്ചത്, താനല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആ സ്കൂട്ടർ അവിടുന്ന് സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. തൊട്ടടുത്ത് പിന്നാലെ തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയാണ്. അപകടകരമായി വാഹനം ഓടിച്ചു എന്നതിൻ്റെ പേരിലാണ് FIR. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഈ പ്രായപൂർത്തിയാകാത്ത സഹോദരൻ ഓടിച്ചതിൻ്റെ പേരിൽ ഈ 19-കാരിയായ മാജിദക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് അന്യായമായ കേസാണെന്ന് CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടി എത്ര കാലം ഈ കേസ് വാദിക്കേണ്ടി വന്നേനെ? അഥവാ പെറ്റിയടിക്കുകയും അല്ലെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്ത് ആ കുട്ടിയെ കുഴപ്പത്തിലാക്കിയേനെ. അതും ഒരു പെൺകുട്ടിയാണ്, 19 വയസ്സേ ഉള്ളൂ. വളരെ മാതൃകാപരമായിട്ട് വണ്ടി ഓടിച്ച കുട്ടിയാണ് ഈ പോലീസുകാർ ഈ പണി കാണിച്ചത്, അല്ലേ അരുൺ? തീർച്ചയായും അത് കൃത്യമാണ്. അതിൽ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിലെ
ആ CCTV-യിലാണ് ഈ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞിട്ടുള്ളത്. അതിൽ ഇവർ അവിടെ സ്കൂട്ടറിൽ വരുന്നത് മുതൽ അവിടെ നിന്ന് ഈ മാജിദ ഈ ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നു, ഈ സഹോദരൻ ആ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു, അതിനുശേഷം 10 മിനിറ്റിന് ശേഷം തിരിച്ചു വരുന്നു, ഈ പോലീസ് വാഹനം വരുന്നത്, പോലീസിന്റെ നടപടി, മുഴുവൻ കാര്യങ്ങളും ഈ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് തെറ്റായി എടുത്ത കേസാണ്. ഒരുപക്ഷെ ആ CCTV ദൃശ്യങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ഈ കേസിന് പുറകെ ഈ 19-കാരി നടക്കേണ്ട സാഹചര്യം എന്തായാലും ആ കുട്ടിക്ക് നീതി കിട്ടിയേ മതിയാവത്തുള്ളൂ. ഈ തെറ്റായിട്ട് കേസെടുത്ത പോലീസുകാരനെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്. എന്താണ് പോലീസുകാരെ ഈ കാണുന്നത്? നാട്ടിലുടനീളം CCTV ഉണ്ട്. ഒന്ന് തപ്പിക്കൂടായിരുന്നു? അത് നോക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവത്തില്ലായിരുന്നു.